നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ആൻസിലറി പേപ്പർ ആയിട്ടുള്ള സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കിലെ 4th യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കൺസോളിഡേഷൻ ഓഫ് ബ്രാഹ്മിൺ ഒളിഗാർക്കി. ബ്രാഹ്മിൺ ഒളിഗാർക്കിയുടെ കൺസോളിഡേഷൻ അല്ലെങ്കിൽ ദൃഢീകരണം ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ 6-12 നൂറ്റാണ്ടുകൾക്കിടയിൽ നമ്മൾ ഒരുപാട് സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള പരിവർത്തനങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ കാണപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ സമൂഹം പരിവർത്തനങ്ങൾക്ക് വിധേയമായ പ്രധാനപ്പെട്ട ഒരു പീരീഡാണ് ഈ 6 മുതൽ 12 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഘട്ടത്തില് നമ്മൾ കേരളത്തില് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ബ്രാഹ്മണാധിപത്യമൊക്കെ നമ്മൾ ഇന്ത്യയിൽ മൊത്തത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ള കാര്യങ്ങളാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ ഇനി നമ്മൾ നീങ്ങുന്നത് സൗത്ത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചായിരുന്നു. അപ്പൊ ചേര ചോള പാണ്ഡ്യന്മാര് ഭരണം നടത്തിയ സൗത്ത് ഇന്ത്യയുടെ സ്ഥിതിവിശേഷങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോ ബ്രാഹ്മണരും ക്ഷത്രിയരും നായർ വിഭാഗങ്ങളും ഒക്കെ സമൂഹത്തിന്റെ മേൽത്തട്ടിലും അതുപോലെ അതിന് താഴെയുള്ളവര് ഒരു ലോവർ കാസ്റ്റ് ആയിട്ടും ഒക്കെ പരിഗണിക്കപ്പെടുന്ന ഒരു സാമൂഹിക സാഹചര്യം അക്കാലത്ത് സംജാതമായിരുന്നു. ഇനി നമുക്ക് ബ്രാഹ്മണാധിപത്യത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതില്ല. നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ ഇത് തന്നെയാണ് ഡിസ്കസ് ചെയ്തത്. പക്ഷെ എങ്കിലും ഇത് സൗത്ത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എന്താണെന്ന് കൂടി നമുക്കൊന്ന് പറഞ്ഞു വെക്കാം. അപ്പൊ പെരുമാക്കന്മാരുടെ ഭരണകാലമാണ് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ പെരുമാക്കന്മാരുടെ ഭരണകാലത്ത് ചേരരുടെയും അതുപോലെ തന്നെ നാട്ടുരാജാക്കന്മാരുടെയും ഒക്കെ പിന്തുണയോടുകൂടി ബ്രാഹ്മണർ കേരളത്തിലെ പ്രധാനപ്പെട്ട ഭൂപ്രഭുക്കന്മാരായിട്ട് മാറി. കേരളത്തെ കുറിച്ചൊരു ഐതിഹ്യ കഥയുണ്ട്. പരശുരാമ ഐതിഹ്യ കഥ പ്രകാരം പരശുരാമൻ മഴുവെറിഞ്ഞ് കടലിൽ നിന്ന് ഉദ്ധാനം ചെയ്ത ഒരു പ്രദേശമാണ് കേരളം എന്നും അത് 32 ബ്രാഹ്മണരെ കൊണ്ടുവന്ന് അവിടെ കുടിയിരുത്തി. അത് അടിസ്ഥാനത്തിൽ 32 ബ്രാഹ്മണ ഊരുകൾ കേരളത്തിൽ ഉണ്ടായി എന്നൊക്കെയാണ് വിശ്വസിക്കപ്പെടുന്നത്. ഐതിഹ്യം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രദേശത്തിന്റെ അധിപന്മാരായിട്ട് സ്വാഭാവികമായിട്ടും ബ്രാഹ്മണരാണ് വരുന്നത്. അപ്പോൾ അവരുടെ അണ്ടറിലുള്ള ഭൂമി അവർ ഒരിക്കലും കൃഷി ചെയ്യുന്നില്ല, മറിച്ച് കൃഷി ചെയ്യാൻ താഴേക്കിടയിലുള്ളവരെ ഏൽപ്പിക്കുന്നു. അവര് വളരെ ഉയർന്ന ഒരു സാമൂഹിക സാമ്പത്തിക നില കൈവരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ക്ഷേത്ര കേന്ദ്രീകൃത സമൂഹമാണ് ഈ ഒരു കാലഘട്ടത്തിൽ, ടെമ്പിൾ സെന്റേർഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ഈ ഒരു കാലഘട്ടത്തിൽ വളർന്നു വരുന്നത്. അവര് അധികാര ശ്രേണിയുടെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് ബ്രാഹ്മണര് മാറ്റപ്പെട്ടു. അതിന് ഭൂദാനം, നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഈ സൗത്ത് ഇന്ത്യയിലും ഭൂദാനം വളരെ ശക്തമായിരുന്നു. ബ്രാഹ്മണർക്ക് വലിയ തോതിൽ ഭൂമി ഈ ഒരു കാലഘട്ടത്തിൽ ലഭിച്ചു. അപ്പോൾ കേരളത്തില് സൗത്ത് ഇന്ത്യയില് അഗ്രഹാരം എന്ന പേരിലാണ് അവർക്ക് ലഭിച്ച ഭൂമികൾ അറിയപ്പെടുന്നത്. ഈ വള്ളുവനാട്, തിരുവല്ല, ശുഗപുരം, അതുപോലെ തന്നെ ചെങ്ങന്നൂര്, പാഴൂര്, ഇങ്ങനെ പല പ്രദേശങ്ങളും അഗ്രഹാരങ്ങളായിട്ട്, അതായത് ബ്രാഹ്മണരുടെ കേന്ദ്രങ്ങളായിട്ട് വളർന്നു വന്നു. ഇനി ബ്രാഹ്മണർക്ക് മാത്രമേ ഭൂമി കൈവശം വെക്കാവൂ എന്നുള്ള ഒരു ആശയം ഇവര് പ്രൊപ്പഗേറ്റ് ചെയ്തു. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ സംസ്കൃതം സൗത്ത് ഇന്ത്യയില് ബ്രാഹ്മണർക്ക് മാത്രം, പൊതുവെ ഇന്ത്യയിൽ അങ്ങനെയാണ് എങ്കിലും സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ സംസ്കൃതം കുറച്ചുകൂടി എണ്ണത്തിൽ കുറവ് ആളുകൾക്ക് മാത്രം അറിയുന്ന ഒരു ഭാഷയായിരുന്നു. അപ്പൊ അവരുടെ വിശകലനങ്ങൾക്കും അവരുടെ വ്യാഖ്യാനങ്ങൾക്കും മാത്രമേ, അവർ വ്യാഖ്യാനിക്കുന്നത് എന്തോ അത് തന്നെയാണ് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് എന്ന നില വന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും ബ്രാഹ്മണർക്ക് അനുകൂലമായ രീതിയിൽ വ്യാഖ്യാനം ചെയ്യുകയും ഭൂമിയുടെ കൈവശാവകാശം ബ്രാഹ്മണരിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങുകയും ഒക്കെ ചെയ്തത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ നാടുവാഴികളും ബ്രാഹ്മണരും ഒക്കെ കൂടുതൽ ശക്തി പ്രാപിച്ചു. നാട് എന്ന പ്രാദേശിക ഘടന രൂപപ്പെട്ടു. ആ നാടുകളെ നിയന്ത്രിച്ചത് ബ്രാഹ്മണരായിരുന്നു. അപ്പൊ ബ്രാഹ്മണർക്ക് ദാനമായിട്ട് കിട്ടുന്ന ഭൂമിയുടെ മേലുള്ള അവകാശവും ബ്രാഹ്മണർക്കായിരുന്നു. കൂടാതെ ക്ഷേത്രങ്ങൾക്ക് നൽകിയ ഭൂമി, ഈ ഭരണാധികാരികൾ ക്ഷേത്രങ്ങൾക്ക് നൽകിയ ഭൂമിയുടെ മുകളിലുള്ള അവകാശവും ബ്രാഹ്മണർക്ക് തന്നെ ആയിരുന്നു. ഇനി ദേശങ്ങളും നാടുകളും ഒക്കെ ആ ഒരു അടിസ്ഥാനത്തിലാണ് വളർന്നു വന്നത്. ദേശവാഴിയും നാടുവാഴിയും ഒക്കെ ബ്രാഹ്മണരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവർ ആയിരുന്നു. ഒരു ക്ഷേത്ര കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് കേരളത്തില് വന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ജാതികൾ ശക്തമായി തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് സൗത്ത് ഇന്ത്യയിലും ജാതികൾ വളർന്നു വന്നിരുന്നത്. വർണ്ണത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടുകൊണ്ട്
കുറച്ചുകൂടി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്. വർണ്ണത്തിന് കൃത്യമായിട്ടുള്ള ഒരു അതിർവരമ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, പക്ഷെ വർണ്ണത്തിനേക്കാൾ ഏറെ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ശക്തമായ അതിർവരമ്പുള്ള വിഭാഗമായിരുന്നു ജാതികൾ എന്ന് പറയുന്നത്. ഈ നായർ സമുദായം അതുപോലെ തന്നെ ബ്രാഹ്മണർക്ക് കീഴിലായിട്ട് നായന്മാരാണ് ഭരണം നടത്തുന്നത്. എന്നാൽ ബ്രാഹ്മണർ അവരുടെയും മുകളിൽ ഉള്ള ഒരു വിഭാഗമായിട്ടൊക്കെ വളർന്നു വന്നു. അപ്പൊ താഴ്ന്ന ജാതിക്കാരും ശൂദ്രന്മാരും ദളിതരും ആദിവാസി വിഭാഗങ്ങൾക്കൊന്നും ക്ഷേത്രങ്ങളിൽ പ്രവേശനം ലഭിക്കാതെയായി. ക്ഷേത്രങ്ങളുടെ സമീപത്തുള്ള വഴികളിലൂടെ പോലും അവർക്ക് പ്രവേശനമില്ലാത്ത സാഹചര്യങ്ങൾ വന്നു. അതുപോലെ നിയമപരവും പിന്നെ മതപരവും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് നിയന്ത്രണങ്ങള് ഈ താഴ്ന്ന ജാതിയിലുള്ളവർക്ക് വന്നു. അവർക്ക് സത്യപരീക്ഷകൾ, കുറ്റം പെടാൻ വേണ്ടിയിട്ട് നടത്തുന്ന പരീക്ഷകളിൽ പോലും ഈ ഒരു വിവേചനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബ്രാഹ്മണർ ധർമ്മശാസ്ത്രങ്ങളെയൊക്കെ അവർക്ക് അനുകൂലമായ രീതിയിൽ അതിനെ വിശകലനം ചെയ്യുകയും നിർവചിക്കുകയൊക്കെ ചെയ്തു. അത് മനുസ്മൃതിയൊക്കെ ആവട്ടെ ഈ രീതിയിലാണ് വിശകലനം ചെയ്യപ്പെട്ടത്, വ്യാഖ്യാനിക്കപ്പെട്ടത്. അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെ താഴേക്കിടയിലുള്ളവർക്ക് വലിയ വിലക്കുകൾ ഏർപ്പെടുത്തു. വേദം ചൊല്ലാനും വേദം പഠിക്കാനും ബ്രാഹ്മണർക്ക് മാത്രം അവകാശമുള്ളൂ എന്നും ഈ വേദങ്ങൾ കേട്ട എന്താണ് ശൂദ്രന്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം തുടങ്ങിയ അത്രയും കഠിനമായിട്ടുള്ള ശിക്ഷകളൊക്കെ ഏർപ്പാടാക്കി. ഒരു സനാതന ധർമ്മം എന്ന കോൺസെപ്റ്റ് കൂടുതൽ ശക്തമായി. ഇനി ഗ്രന്ഥശാലകളും അതുപോലെ തന്നെ അഗ്രഹാര സിസ്റ്റം ഒക്കെ കൂടുതൽ ഈ ഒരു കാലഘട്ടത്തിൽ വന്നു. ഇനി സ്വാഭാവികമായിട്ടും ഈ ഒരു കാലഘട്ടത്തില് ഈ കാലഘട്ടത്തിന് ശേഷം ബ്രാഹ്മണ മേധാവിത്വത്തിന് ചെറിയ ഇളക്കങ്ങൾ തട്ടുന്നതുണ്ട്. അങ്ങനെ പക്ഷെ എന്നിരുന്നാലും കേരളത്തിന്റെ ഇന്ത്യയുടെ ഒട്ടുക്ക് തന്നെ പറഞ്ഞാല് ഫോൾഡില് ഈ ജാതി വളരെ ശക്തമായിട്ടുള്ള ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വളർന്നു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഈ പറയുന്ന ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ ഒക്കെ ശേഷിപ്പായിട്ടാണ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്.